ഹായ് ഗായ്സ്, അപ്പോൾ ഇതാ നല്ല മഴയൊക്കെ പെയ്ത് ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, നമ്മളെ പരിസരത്തൊക്കെ വെള്ളം നിറയെ കെട്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊരു ഉതുപ്പ് വന്നപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റിപ്പോയി. ഇപ്പോൾ വൈകിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിവിടെ കൽത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കണേ. ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരി ഞാൻ രാവിലെ കുതിർത്ത് വെച്ചതാണ്. അത് നന്നായിട്ട് പോന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഈ അരി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ഗ്ലാസ് അരിയിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക, ആവശ്യത്തിന് ചെറിയ ജീരകം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ദോശമാവ് പോലെ അടിച്ചെടുക്കരുത് കേട്ടോ. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം അരിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചക്കര ഉരുക്കിയെടുക്കാണ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം നെയ്യ് തൂക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ടെടുത്തൊന്ന് അപ്പോൾ ചെറിയ ഉള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരാം. ബ്രൗൺ കളറായി മാത്രം വറുത്ത് കോരിയാൽ മതി കേട്ടോ. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലേക്ക് ഒഴിച്ചെടുക്കാം. ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വറുത്ത് കോരിയ തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചെറിയ ജീരകം അതുപോലെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അത് 1/2 മണിക്കൂർ കൊണ്ട് സെറ്റാവും. അപ്പോൾ ഇതാ നമ്മളെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. വീഡിയോ